സത്യത്തില് ആദ്യം ഞാൻ വിചാരിച്ച് ഭയങ്കര ജാടയാണ് കേട്ടോ. ആകെ ക്ഷീണിച്ച് ഇവിടെ പണി ഇവരെയും കൂടെ ചെയ്യിപ്പിക്കും ഞങ്ങള്. ഒരു ലൊടക്ക് വണ്ടി വെച്ച് കുറെ കാലേ ഓടാൻ തുടങ്ങി. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് പ്രയാസമുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ. കഴുത്ത് കുറച്ച് പ്രശ്നമായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടാണ് വോയിസ് ഓവറും കൊടുക്കുന്നതും വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മുടെ കുറച്ച് ഇവിടുത്തെ റൂമിലെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മെൻ്റലി നമ്മൾ ഭയങ്കര എന്താ പറയുക, സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പരിപാടിയാണ് നമ്മൾ ക്ലീനിങ്ങിൽ ഏർപ്പെടുക എന്നുള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും ഒന്നും പറ്റില്ല. പക്ഷേ ആ സമയത്തും നമ്മുടെ ചിന്തകളൊക്കെ വരും, പക്ഷേ കുറച്ചും കൂടെ നമ്മൾ ബെറ്ററായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും അതിനുശേഷം നമ്മൾ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ, വീട് പണിയൊക്കെ ഏതുവരെ ആയി എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഷുഗർ കട്ടും അതുപോലെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ മുട്ട ഇടുന്നുണ്ട്. എനിക്ക് റനക്കുട്ടിക്ക്, ഇക്കാക്ക്, ഹയനക്ക് എല്ലാവരും കഴിക്കും കേട്ടോ. മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് വാങ്ങി വെച്ച ബ്രൊക്കോളി ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, അതും കൂടെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 0 കാർബ് ഡയറ്റാണ് കേട്ടോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിർത്തി, കാരണം സുഖമില്ലാതായതോടുകൂടെ ഫുഡ് ഉണ്ടാക്കി തരാനും ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം ഡയറ്റ് ഫുഡൊക്കെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ അതൊക്കെ നിർത്തേണ്ടി വന്നു. അപ്പോൾ ബ്രൊക്കോളിയൊക്കെ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഹായ്. ഞാൻ കിച്ചണിലുണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഇച്ചു ബേബി ഇങ്ങനെ വന്നിട്ട് വലിയ കുട്ടികളെ പോലെ സംസാരിച്ചിരിക്കും കേട്ടോ. കുറച്ചും കൂടെ ഒരു മെച്ചോർഡായിട്ടുള്ള സംസാരവും ബിഹേവിയറായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. ലാസ്റ്റത്തെ ബേബി ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ആർക്കെങ്കിലും തോർത്ത് വേണമെങ്കിൽ എടുത്തു കൊടുക്കുക, അടുക്കി വെക്കുക, മടക്കി വെക്കുക, ഇങ്ങനെ കുറച്ച് മെച്ചോർഡായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ നമ്മുടെ ഇച്ചു ബേബി. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ബട്ടറിൽ ഇതുപോലെ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ലാതെ ഇങ്ങനെ ബട്ടറിലാണ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡറും കുരുമുളക് പൊടിയും കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നീ എല്ലാം അവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ബോറടിക്കണ കുട്ടിക്ക്, പാവം കുട്ടിക്ക് ബോർ അയച്ചാ തുടങ്ങട്ടാ. കുട്ടിക്ക് ബോറടിക്കുന്ന അയച്ചാണോ സ്മോക്കിംഗ് ബാർബിക്യൂ. ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് കാസ്റ്റ് അയണിൻ്റെ പോട്ടാണ്. നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ നമ്മുടെ ബ്രൊക്കോളി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗാർലിക് പൗഡറും പിന്നെ ഉപ്പും കൂടി ഇടുക. ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കൂടുതൽ സ്പൈസസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഡയറ്റ് ഫുഡാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലാതെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാ ഫുഡ് കഴിക്കണേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. കെട്ടിപ്പിടിക്കാൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഗൈസ്. ഹഗ്ഗേടാ, ഹഗ്ഗേ, നിക്ക്, ഹഗ്ഗേ, ഇച്ചു ബേബിനെ ഹഗ്ഗേ, കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്ക്. ഹഗ്ഗേ, ഹഗ്ഗേ ഇച്ചു ബേബിനെ. നിന്റെ സിസ്റ്റർ അല്ലേ? അല്ലോ, ആ ഗുഡ്.
ഗുഡ്. നോക്ക് അവൾക്ക് എത്ര ഹാപ്പിയായി. നോക്കട്ടെ എന്താ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യേ. ഒരു ഉമ്മ കൊടുക്ക്. ഒരു ഉമ്മ കൊടുക്ക. അതിലേക്ക് ചെറിയൊരു കഷ്ണം പനീർ ഉണ്ടായിരുന്നു, അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇച്ചു ബേബി അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി എനിക്ക് കഴുത്ത് വേദന സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തിലുള്ള ദിവസങ്ങളാണ് കേട്ടോ. വേദന ഉണ്ട്, പക്ഷെ അത്രയും സിവിയർ ആയിരുന്നില്ല. അപ്പോൾ ദേ ബ്രൊക്കോളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നമുക്ക് ഈ കാസ്റ്റ് അയൺ പോട്ടിൽ വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അയൺ കണ്ടൻ്റ് ഒക്കെ കുറവുള്ളവർ ഈ ഒരു പാത്രത്തിൽ വെച്ച് കഴിക്കുന്ന സമയത്ത് അതിനൊരു നല്ലൊരു എന്താ പറയുക ഹെൽത്തിയും ആണ്. നമുക്ക് ടോക്സിക് അടങ്ങിയപ്പോൾ നോൺ സ്റ്റിക്ക് പോലെയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതും അല്ലേ. എന്താ പേര് മമ്മൻ്റെ? ഹേസലാണ്. പേര് മമ്മന്റെ അറിഞ്ഞ ഹേസൽ. ഹേസ്ലിൻ. അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാലഡ് പോലെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ, ഇപ്പോൾ കുക്കുംബർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കുംബറിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. കുക്കുംബർ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഈവനിങ് ടൈമൊക്കെ നല്ല വിശപ്പുണ്ട് പക്ഷേ കാർബ് കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിനു വേണ്ടി ആവശ്യമുള്ളത് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾക്ക് സെസമി സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരം വേണം, പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ തേനാണ് കേട്ടോ ഇട്ടത്, അത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കട്ടിയായതാണ്. പിന്നെ ഒരു മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുക്കുംബർ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് സെസമി സീഡ് വേണമെങ്കിൽ ഇടാം. പിന്നെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 hours കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിലും നല്ല അടിപൊളി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇപ്പോൾ നെയ്ച്ചോറോ ബിരിയാണിക്കോ വേണമെങ്കിൽ ഇതുപോലെ സാലഡ് ഉണ്ടാക്കാനായിട്ട് പറ്റുമേ. ഇതിൽ സവാളയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ക്യാരറ്റോ അങ്ങനെ എന്തും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കുക്കുംബർ ഉള്ളതുകൊണ്ട് കുക്കുംബർ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ സാലഡും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ ഫുഡ് ഇതാണ് കേട്ടോ. പിന്നെ അതേ കുട്ടികൾക്കും കൂടെ ഞാൻ വിളമ്പുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് കുറേ കാലമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് സിലുവിൻ്റെ ഷോപ്പിലുണ്ടോ, സെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതേ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നമ്പർ കൊടുക്കാവേ. പിന്നെ ഇതേ കുട്ടികൾക്ക് ടേബിളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയ്സു വന്നിട്ട് പിണങ്ങിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അവനെന്തോ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. മടക്കായിരുന്നോ? ഓ കുട്ടി തുണി മടക്കി വെക്കായിരുന്നു കേട്ടോ ഇവിടെ. ഞാൻ പേടിച്ചു. വാ, ഫുഡ് റെഡി ആയിട്ടുണ്ട്. കമാൻ, മടക്കണേ. മടക്കി വെച്ച് വരുമോ? ഫുഡ് കഴിക്കാൻ പോവാ. വാ, അയച്ച വാട വിളിക്കണ കുട്ടീനെ. നിന്നെ വിട്ടിട്ട് പോയോ? അയ്യോ പാവം കുട്ടി. ആമി എടുത്തു വെച്ചാ ഏസിട്ടൊന്നും തലയിലിട്ട് നോക്കാം. എന്റെ മമ്മ, എന്റെ കുട്ടിയുടെ മമ്മ. എന്താണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിക്കണ നോക്ക്. ഇഷ്ടപ്പെട്ടാ? അതയച്ചാ നമ്മൾ വായിച്ചു വാ. ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസും വേണോ?
അങ്ങനെ അവിടുത്തെ വെക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടികളുടെ ഒരു പഠിക്കലുണ്ടായിരുന്നോ? അല്ല അന്ന് സ്കൂൾ പൂട്ടിയ സമയത്ത് പൂട്ടി വെച്ച ബുക്ക് പിന്നെ തുറന്നിട്ടില്ലേ? എന്തൊക്കെയായിരുന്നു അവിടെ അവസ്ഥ? മൊബൈൽ നോക്കി കളഞ്ഞതായിരുന്നോ? അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ വെക്കേഷൻ ആണെങ്കിൽ തന്നെ. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എന്താ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ ബുക്ക് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കാതിരുന്നാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല 8ൻ്റെ പണി കിട്ടും. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷന് ചെറിയൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ അവർ ജസ്റ്റ് ആ ഒരു ടച്ച് ഇടാതിരുന്ന് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ബേസിക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരാനും വേണ്ടിയിട്ട് അതൊന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ 1-on-1 അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനും കിട്ടും. ഇപ്പോൾ സ്കൂളൊക്കെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 10-40 കുട്ടികളൊക്കെ ഉണ്ടാവും. അവരെല്ലാവരെയും ഒരേപോലെ ടീച്ചേഴ്സിന് ഒരേ സമയം നോക്കാനും പറ്റില്ലല്ലോ. ഇതാകുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇവർക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് ഒരു സ്പെഷ്യൽ കെയർ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ചുച്ചുകുട്ടിക്കുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചോദിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മറ്റു കുട്ടികളെ കളിയാക്കുമോ എന്നുള്ളതുകൊണ്ട് അവർ ചോദിക്കുള്ളൂ. പക്ഷേ ഇൻഡിവിജ്വൽ ട്യൂഷൻ ആവുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, അവർക്ക് ആരും മടി ഉണ്ടാവില്ല. ടീച്ചേഴ്സിൻ്റെ നല്ല ഫണ്ണായിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാനും മറ്റുമൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ട്യൂട്ടേഴ്സ് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളുടെ ഇടപഴകുന്നത്. അപ്പോൾ ചുച്ചുകുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ബേസിക് മാത്രമല്ല, നോർമൽ ട്യൂഷൻ, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് നോർമൽ ട്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുച്ചുകുട്ടീൻ്റെ ക്ലാസ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ദേ നിങ്ങൾ തന്നെ കണ്ടില്ല, അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ക്ലാസ്സിലിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ആ ട്യൂട്ടർ തന്നെയാണ്. അവർ അത്രയ്ക്കും ഫണ്ണാക്കിയിട്ടാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. സാധാരണ നമ്മളൊക്കെ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ അവർ വരികയില്ല. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ, ക്ലാസ് ടൈം ആകുമ്പോഴേക്കും അവൾ തന്നെ ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം സെറ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അമ്മി വാ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങളെന്തായാലും ഇൻ്റർവെല്ലിൻ്റെ ഈ ഒരു ക്ലാസ് റൂം കോഴ്സിൽ ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ടാവും, അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്യുന്നത്. ഇൻ്റർവെല്ലിൻ്റെ ഈ ക്ലാസ് റൂം കോഴ്സില്ലേ, അവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അത് ഫസ്റ്റ് തന്നെ അവരൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തി നമ്മുടെ കുട്ടികളുടെ ബേസ് എങ്ങനെയാണ്, അവർ ഏതുവരെ എത്തിയിട്ടുണ്ട്, അവർക്ക് എവിടെയാണ് പ്രോബ്ലം എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് കുട്ടികൾക്കുള്ള ട്യൂട്ടറിനെ അതേപോലെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് സ്റ്റേറ്റ്, പിന്നെ CBSE ICSE എല്ലാ സിലബസിലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സപ്പോസ് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ടീച്ചറിനെ വിളിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സും നടക്കും, നമ്മുടെ കാര്യങ്ങളും മുടങ്ങില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഈ ക്ലാസ് റൂം കോഴ്സിൽ അവർ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ചാപ്റ്റർ വൈസിലൊക്കെ. അപ്പോൾ നമുക്ക് ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്യൂട്ടറായിട്ട് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവരായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. നമ്മുടെ മക്കൾ ഏത് ലെവലെത്തി, എന്താ ഏത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ അവർ തന്നെ ക്ലാസ് റൂം കോഴ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, PPT, ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ, ഈവൻ ഇപ്പോൾ ട്യൂട്ടറിൻ്റെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അതും അവരോട് നമുക്ക് പറയാം കേട്ടോ. പിന്നെ ഇൻ്റർവെല്ലിൽ ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ, ഫൗണ്ടേഷൻ കോഴ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും അവർക്ക് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഫ്രഞ്ച്, ഇതുപോലെ അറബിക്ക് ഏതിലാണെങ്കിലും ഒരു 40 ഡേയ്സിൽ അവരുടെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ആദ്യം ചെയ്യും. അതിന് ശേഷം അവർക്ക് എവിടെയാണ് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് 40 ഡേയ്സിൻ്റെ ഉള്ളിൽ അവരുടെ ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കും. അതേപോലെ തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ ഫൗണ്ടേഷൻ കോഴ്സിന് വേണ്ട എല്ലാ മെറ്റീരിയലും കാര്യങ്ങളും അവർ തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 40 ദിവസത്തിനുള്ളിൽ നമ്മുടെ മക്കളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കുക എന്ന് പറയുന്നത് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് ആപ്റ്റായിട്ടുള്ള ക്ലാസ്സാണ്. കാരണം അസസ്മെൻറ്റ് നടത്തി പ്രോപ്പറായിട്ട് ഇവാലുവേഷൻ ചെയ്ത് അവർക്ക് എവിടെയാണ് പ്രോബ്ലം, എന്താണ് പ്രോബ്ലം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ കുട്ടിക്കും ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് എക്സാംസിലൊക്കെ നല്ല രീതിക്ക് മാർക്ക് വാങ്ങി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ.
എന്നോട് ഒരുപാട് പേരൻസ് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് ഇൻ്റർവെല്ലിൻ്റെ കോഴ്സസിൽ കുട്ടികളെ ചേർത്താൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അസസ്മെൻറ്റ് ഫ്രീ ടെസ്റ്റാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഈ വരുന്ന 31-ാം തീയതി വരെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും എല്ലാറ്റിനും തന്നെ അപ് ടു 40% വരെ ഡിസ്കൗണ്ട് അവർ ഫീസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് താല്പര്യം കാണിക്കുന്നതുകൊണ്ടാണ് സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഫീസിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കും നല്ലൊരു ട്യൂട്ടറോട് കൂടി നല്ലൊരു ഇൻഡിവിജ്വൽ ട്യൂഷൻ കിട്ടാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇത് പാഴാക്കണ്ട കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിൻ്റെ കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ മെയ് 31 വരെയാണ് കേട്ടോ ഡിസ്കൗണ്ട്. ടച്ചല്ല. ഓക്കെ, ലോക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കോ. ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കോ. നോക്കട്ടെ നെറ്റി. വീഴും. ഈ ബുക്ക് മടക്കിയേക്ക്. ഗുഡ് ഗേൾ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാനും കൂടെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങും. എന്താണ്? ശരി. ഓ പോണേ. പോട്ടെ പോണ ഞാൻ പോണ ഗൈസ്. ചലോ ടാറ്റാ. ടാറ്റാ. ഒരു ലൊടക്ക് വണ്ടി വെച്ച് കുറെ കാലേ ഓടാൻ തുടങ്ങി. അങ്ങനെ വഴിയിൽ വണ്ടി എന്തോ ഒരു സൗണ്ട് കേട്ടു എന്ന് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ റെന പറയണ്ടായിരുന്നു എപ്പോഴാണ് ഈ വണ്ടിക്ക് സൗണ്ട് ഇല്ലാത്തത് എന്ന്. ഓൾവേസ് പ്രോബ്ലമാണ് ഗൈസ്. ഞാൻ അപ്പോൾ പറയേണ്ടത് എന്തെങ്കിലും ഒരു ദിവസം ഒരു ആക്സിഡൻ്റ് ആവും, അപ്പം അത് ശരിയാവും. സംശയം വന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് അവസ്ഥ. എൻ്റെ മോന്ത കണ്ടറിയാം എനിക്ക് നല്ല ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട്. വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു മനുഷ്യൻ അത്യന്താപേക്ഷിതമാണ്. ഒരു ടയർ മാറ്റിലൊക്കെ എല്ലാ വണ്ടി സംഭവിക്കാണ് ഇതൊക്കെ. നമ്മുടെ വണ്ടി ആദ്യമായിട്ട് നമ്മുടെ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിയിലും ടയറൊക്കെ കേട് വരും. ഇത് ആദ്യമായി സംഭവിക്കുന്ന എത്ര കൊല്ലേ ആ കിയ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തു വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഏകദേശം 2.25 വർഷം കഴിഞ്ഞു. 25,000 റുപ്യ അത് വാങ്ങിക്കാനും വിട്ടില്ല. അങ്ങനെ അന്നത്തെ ദിവസം പോയിട്ടോ. ഇത് പിറ്റേ ദിവസം എല്ലാ പണികളും അതുപോലെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അച്ഛമ്മൻ്റെ വീട്ടിലേക്ക്. നമ്മുടെ ആസനല്ലേ? അല്ല, അസ്ലു പേരിങ്ങനെ മാറിപ്പോ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. വാ, ഞാനിവിടെ പണി തുടങ്ങാൻ പോകുന്നത്. ഞാൻ വരുന്നവരെ 1-2 പണികൾ പെൻഡിങ്ങിലാണ്. ക്ഷീണിച്ചല്ലോ അച്ഛമ്മ, ആകെ ക്ഷീണിച്ച്. ഇവിടെ പണി ഇവരെയും കൂടെ ചെയ്യിപ്പിക്കണ്ട ഞങ്ങള്. നോക്കട്ടെ പണിയൊക്കെ ഏതുവരെ. അച്ഛമ്മ പറയാണേ ഇത് കഴിഞ്ഞാലും പോയി കൊണ്ട് ഞാൻ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നോക്കാൻ വരണം എന്ന്. ഞാനല്ലേ മോള്, അപ്പൊ പിന്നെ വരാതെ. അച്ഛമ്മ കുട്ടികളില്ലാന്ന് അച്ഛമ്മക്ക് സങ്കടമായിരുന്നു. സങ്കടം എന്റെ പൊന്നു മകള്
രാജാത്തി മകളാണ്. അതെ, ഞാനാണെങ്കിൽ മകള്. ഇടക്ക് എപ്പോഴും വരാൻ പറ്റില്ല, ഇടക്കൊക്കെ അങ്ങനെ എനിക്കറിയാം അത്ര ദൂരത്തുനിന്ന് എൻ്റെ മമ്മ വരും. എന്താ വരും ഞാൻ. പക്ഷേ എന്നാലും ഒറ്റയ്ക്ക് വരണ്ട കേട്ടോ. നമുക്കറിയില്ലേ, ഞാൻ മുണ്ടൂര് പോയ കുടി വാങ്ങാൻ പോയാ എനിക്കറിയില്ല തിരിച്ചു വരാനല്ലേ. ആ ഒരു ദിവസം പോയി കൂട്ടുപതി എത്തി. ഒറ്റക്കൊന്നും പോണ്ട, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പണി ഏകദേശം എങ്ങനെയുണ്ട് വീട്? അടിച്ചുറപ്പായില്ലേ? പുറത്തുനിന്നൊന്നും വരില്ല. ഉള്ളിൽ ഈ ഭാഗം ഫുള്ള് ഇവിടെ ഇങ്ങോട്ട് കാണിക്കും. ഈ ഭാഗം ഫുള്ളായിട്ട് മറിച്ച് കഴിഞ്ഞു. ഇവിടെ മറിച്ചു, അവിടെ മറിച്ചു, ബാത്റൂമിന്റെ ഈ സൈഡൊക്കെ മറിച്ച്. ഇനി മഴ വന്നാലും പേടിക്കണ്ട അല്ലേ, ഒന്നും പേടിക്കണ്ട. ഇനി ബാക്കി നാളെ മെയിൻ പണികള്, ഇനി മൊത്തത്തിൽ മെയിൻ പണികളേ ഉള്ളൂ. ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. യെസ്, ബാക്കി കാണിച്ചത് ബാക്കി കഷ്ണം ചെയ്തു. അതായത് ഇവിടെ ഇപ്പൊ ചെരുവാണ്, ഇങ്ങനെ ചെരുവാണ്. അപ്പൊ അതാണ് ഞാൻ ചെരുവിൽ അടിച്ചിരിക്കുന്നത്. ശരി, എങ്ങനെയാണെങ്കിലും അടിക്കും, മതി. അല്ലാന്നുണ്ടെങ്കിൽ ടൈല് വരും. അതിന് ശേഷം ടൈൽസ് അടിക്കും, ചെറിയ അടിച്ച ശേഷം. അങ്ങനെയാ, അതിനൊപ്പം ടൈൽസ് അടിക്കാൻ പറ്റും. പിന്നെ അതിന് മേലെ വേണ്ട, അങ്ങനെ വേണ്ട. ഇപ്പൊ ഇങ്ങനെ എല്ലാം കോളാണല്ലേ മൊത്തം ഇങ്ങനെയൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ മഴ പെയ്യണ്ടെന്ന് പറഞ്ഞ് ഞങ്ങള് നോക്കിയിരുന്നിരുന്നു, ഡെയിലി മഴ. പക്ഷെ മഴയാണെങ്കിൽ ഇവിടുത്തെ പണികൾക്കൊന്നും ഒരു കുറവുമില്ല, ഒക്കെ നടക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവർ ഈ മഴയത്തും വെയിലത്തും ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. എന്താ പറയുക, അവർക്ക് ശരിക്കും അച്ഛമ്മ പറയുന്നത് പരമേശ്വരൻ ഇറങ്ങി വന്ന പോലെയാണ് എനിക്ക് മോള് എന്നൊക്കെയാണ്. അതായത് അവരനുഭവിച്ച ആ ദുരിതങ്ങൾക്കിടയിൽ നമ്മൾ ഒരു കൈത്താങ്ങായിട്ട് പോയത് ശരിക്കും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബോറാവോ? അല്ല, എല്ലാവർക്കും വരും. ബോറാവോ? നിന്നെ കൊണ്ടുവിടാം. വല്ലരും എവിടെ വീട് പറഞ്ഞാൽ സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ടോ കുറച്ച് സുഖമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഗൈസ്. ഞാൻ ഇനി പൈസ കൊടുത്ത് പറയിപ്പിച്ചാണെന്ന് പറയണ്ട. അല്ല ഗൈസ്, ഇട്ടതിനെ പോലെ ഇത്രയും പാവത്തിന് ഈ യൂട്യൂബറായി കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ് ഗൈസ്. തീർത്താത്തല്ലേ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയാണ് കേട്ടോ. ഇത്ര ജാടുള്ള പെണ്ണുങ്ങളോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ താത്തന്നൊന്നും ആദ്യം വിളിച്ചില്ല. പിന്നെ അടുത്ത് എഴുതിയപ്പോൾ എന്ത് പഞ്ചപ്പ അവൻ എന്തൊരു ക്യൂട്ടാണെന്നൊക്കെ ആയിരുന്നു. റെൻതാത്തന്നെ അതുപോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരൊക്കെ ഭയങ്കര പാവൊന്നും ഇരിക്കില്ല, അങ്ങനെ കിട്ടിയനെയോ അങ്ങനത്തെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷേ അടുത്തഴുകിയപ്പോൾ സ്ഥലത്ത് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര എസ്തറ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്ദി, നമസ്കാരം. അവള് പറയാണ് നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ ഗൈസ്, ആരും അറിയണ്ടല്ലോ പ്രാർത്ഥിക്കുള്ളൂ. എന്ത് കാര്യം ആരും അറിയണം, നല്ല പ്രാർത്ഥിക്കുള്ളൂ. അപ്പോൾ എൻ്റെ സീതാത്ത കാഴ്ച ആരോഗ്യം കൊടുക്കണേ പഠിച്ചാലും പ്രാർത്ഥിച്ചു. താങ്ക് യു. ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള സീതാത്താൻ്റെ അടുത്ത് മുണ്ടാനോ അടുത്ത് കാണാനോ പറ്റും. അന്ന് ലുലുമാളിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് പിന്നെ കാണാൻ പറ്റുന്നേ വിചാരിച്ചില്ല. ഇത്രയും ആളുകൾ അടുത്തിരിക്കാതൊക്കെ പറഞ്ഞാൽ പുള്ളി ഇവരുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ വന്നാലും ബോറടിക്കാത്തതൊക്കെ. ഞാനിപ്പോ ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ താത്തമാരെ കൂട്ടിപ്പോയി 4 സീതാത്തൻ്റെ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഇപ്പൊ ലേറ്റ് ആയാലും ശരി ഞങ്ങൾ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ സമയം എത്ര 5 മണി കഴിഞ്ഞല്ലോ അല്ലേ? ഓടാത്ത വാച്ചും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്, ചാർജർ കാണാനില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇവിടെ ഫുള്ള് മറിച്ചതിന് ശേഷം ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുള്ളൂ കണ്ടു നിൽക്കുകയാണ്. പോയിട്ട് എനിക്കൊരു 3 വീഡിയോ ഞാൻ കമ്മിറ്റ് ചെയ്ത വീഡിയോ ഉണ്ട്. തന്നെ ടെൻഷനാണ്. സീതാത്ത വരുന്നത് കാത്തിരിക്കും. ഞങ്ങള് ഒരു ദിവസം വന്നില്ല വെച്ചാല് സീതാത്ത എപ്പോഴും ആ വീഡിയോ നീ പറഞ്ഞിട്ട് ഒരു ദിവസം മുടങ്ങിയാൽ തന്നെ എന്തോ പോലെയാണ്. ഇപ്പൊ സീതാത്തനെ കണ്ട് കുറേ ദിവസം എപ്പോഴും വന്നിട്ട് അതാണ് ഞാൻ അത് ഇന്നലെ ആലോചിച്ചു. പണി കഴിഞ്ഞ് വെച്ച് സിൽത്താത്താനെ ഒന്ന് ഇന്നേറ്റ് എപ്പോഴാ കാണാൻ പറ്റും. ഇവളെ ഒരു കാര്യം അറിയോ, സിൽത്താത്താന്ന് ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്നത്, ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കണം എന്താന്നറിയോ, സിലോ. എനിക്കത് ഇഷ്ടമാണ്, അല്ല എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത്. ഞാൻ അന്ന് അവിടെ നടന്നു വരുമ്പോ സിലോന്ന് ഞാൻ പെട്ടെന്ന് അയ്യോ സോറി.
അവരുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു മേൽക്കൂര ഒന്ന് സുരക്ഷിതമാക്കി തരണം എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോക്കുന്ന അത്യാവശ്യം നല്ല കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് കയറ്റിയിട്ടിടണം. പിന്നെ ഇടുന്ന ഷീറ്റ് ചൂടെടുക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് നിബന്ധനകൾ എനിക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ സമാധാനത്തോടു കൂടി ഓരോ ദിവസം ഉറങ്ങുന്ന സമയത്തും കിടക്കുന്ന സമയത്തും അതിനകത്ത് ഇരിക്കുന്ന സമയത്തും ആ ഒരു സന്തോഷം അവരറിയണം. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ യാതൊരു സുഖവും അനുഭവിക്കാത്തൊരു ലേഡിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ചിയമ്മ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ടും യാതൊരുവിധ ദാമ്പത്യ സുഖമോ അല്ലെങ്കിൽ മക്കൾ പോലും ഉണ്ടായിട്ടില്ല. അതിനുള്ള വിവരം പോലും എനിക്കുണ്ടായിരുന്നില്ല മോളെ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരൂലായിരുന്നല്ലോ എന്നെ നോക്കാൻ എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനല്ലേ ഞാനുള്ളത് എന്ന്. അപ്പോഴേ പറഞ്ഞത് കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ മോളായിരിക്കും, അതുകൊണ്ടാണ് ഇത്ര വൈകിട്ടാണെങ്കിലും എന്നെ തേടി വന്നത് എന്നുള്ളത്. അതൊക്കെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ഈ കണ്ണ് നിറഞ്ഞ് പറയുന്ന സമയത്തുണ്ടല്ലോ ഞാൻ എന്തോ നേടിയെന്ന് എനിക്ക് ഇങ്ങനെ തോന്നിപ്പോവാണ് കേട്ടോ. അൽഹംദുലില്ലാ, അതിന് സത്യം പറഞ്ഞാൽ അതിനും വേണം ഒരു ഭാഗ്യം. പഠിച്ചോന ഒന്നും ആർക്കും നേരിട്ട് ഇറങ്ങി ചെയ്തു കൊടുക്കൂല, ആരെങ്കിലും ഏൽപ്പിക്കുന്നു പറയില്ല. അതിനും വേണ്ടിയിട്ട് എന്നെ റബ്ബ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹവും ഭാഗ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കരുതുന്നത്. അതിന് നിങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ സഹായവും എൻ്റെ കൂടെയുണ്ട്. കാരണം ആ കുട്ടികൾ എന്നെ തന്നെ വിളിച്ച് ഇത് പറയണം എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പഠിച്ചവനോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. അത്രയും വലിയൊരു സൗഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവരെ സുരക്ഷിതമായിട്ട് അതിനകത്ത് മരിക്കോളം ജീവിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു നമുക്കവിടെ. അതൊക്കെ എങ്ങനെ അതിൽ നിന്നും ഇത് റെഡിയാക്കി കൊടുക്കാമെന്നാണ് കേട്ടോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഓ എന്റെ മകൻ പൊടി എന്റെ ചൊത്ത. ഓ ശരി ശരി. ഉണ്ണിക്കറിയോ അല്ലേ പൊന്ന മകൻ പോയിസ് കൊടുത്തിട്ടുള്ളോ. ശരി എന്തിനാ തിരുമണലിൻ്റെ മേലെ കയറുന്നെന്ന്. അന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഏകദേശം പണികൾ ഇത്രയൊക്കെയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഇനി ഒരുപാട് പണികൾ ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ പേടിയാണ്, വല്ല പാമ്പോ വല്ലതും ഉണ്ടാവോ അമ്മാതിരി സ്ഥലമാണ്. കല്ലൊക്കെ കുറേ കൊണ്ടുവന്നിട്ടിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കുമോ. അപ്പം ഇനി എത്ര ദിവസങ്ങൾ കൂടി നമ്മളിവിടെ വരും? 2-3 ദിവസങ്ങൾ കൂടി നമ്മളുണ്ടാകും. എന്താ പേര് വീണ്ടും മറന്നു. അസ്ലിഹ എന്നല്ലേ? അസ്ലഹ, അതാണ് അവളുടെ പേര്. ഇവളിപ്പോൾ 7th അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വീക്കാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ജിമ്മിന് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ചിലർ ചോദിക്കുന്നുണ്ട് എന്തിനാ സിലോ അത്ര തടിയില്ലല്ലോ, പിന്നെ എന്തിനാ ജിമ്മിന് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ജിമ്മിന് പോകുന്നത് നമ്മൾ തടി കുറയ്ക്കാനെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു 1 വീക്കായിട്ട് ജിമ്മിനും കൂടെ പോകുന്നുണ്ടായിരുന്നു. രാത്രിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഇക്ക റനക്കുട്ടി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു പ്രോട്ടീൻ ഷേക്കും കൂടെ കലക്കി കുടിക്കാമെന്ന് വിചാരിച്ച് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ പുഴുങ്ങാനിട്ടത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാത്രി പോകുന്നതിന് മുമ്പ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് എടുത്തിട്ടുണ്ട്. മുട്ട വേണ ബൈക്കാണില്ലേ, അത് മറന്നു പാടിച്ചോണേ. എനിക്ക് വയ്യ. റന മുട്ട വേണ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വിശേഷങ്ങളായിട്ട് അപ്ഡേഷനായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. എങ്ങനെ പറഞ്ഞു എടി കൊഞ്ചിന് നോക്ക്, കാര്യം പറയുമ്പോ എങ്ങനെ പറഞ്ഞു? തേങ്ങ കൊല. അമ്മിന് ഇഷ്ടമായി പറയേ. എനിക്ക് അമ്മിന് ഇഷ്ടമാണ്. അമ്മിന് കൊഞ്ചിട്ട് എന്താണ് കുഞ്ഞുവാവയാണ്. കുഞ്ഞുവാവിക്ക് അമ്മിന് ഇഷ്ടായ എങ്ങനെ പറഞ്ഞേ? പറ. അമ്മിനെ വേണ്ട, അമ്മിനെ ഹോസ്പിറ്റലിൽ കൊടുക്കാം. അമ്മിനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറയുന്നത്. അയച്ചിന് ഇഷ്ടായ അമ്മിനെ?
ഇച്ചു ബേബിക്ക് എങ്ങനെ ഇഷ്ടായി? ഇഷ്ടാണ്. ഇഷ്ടായോ? എത്ര ഇഷ്ടായി? 3 ഇഷ്ടാണ് കേട്ടോ എന്റെ ബേബിക്ക് തന്നെ. അയച്ചെനക്കോ? എനിക്ക്